ഭയങ്കരമായ തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ തണുപ്പും മഴയും. ഒന്നും കേൾക്കാൻ വയ്യ. സംസാരിച്ചാൽ കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ കൂടെ നിങ്ങൾക്ക് രാത്രി ആയപ്പോൾ കപ്സ വേണമെന്നും അങ്ങനെ സംഘടിപ്പിക്കുന്ന സാധനങ്ങളാണ്. എന്തായാലും ഒരു കപ്സയിലേക്ക് നമ്മൾ പോവുകയാണ്. എത്രത്തോളം ഓടി കിട്ടുമെന്നോ എത്രത്തോളം ഇത് കിട്ടുമെന്ന് എനിക്കറിയില്ല. എങ്കിലും നമുക്ക് നോക്കാം. ഓക്കെ, കപ്സയിലേക്ക് പോവാം. ആദ്യം തീ കത്തിക്കുന്നു. തീ കത്തിച്ച് കുക്കറിലാണ് ചെയ്യണം. കുക്കറൊന്ന് ചൂടാവും. ലേശം വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇതൊന്ന് മെൽറ്റ് ആവും. ഉരി വന്നു. ഇപ്പോൾ എണ്ണ ചൂടായി. അടുത്ത ചെയ്യാൻ പോകുന്നത് കണ്ടല്ലോ, ഇതാണ് സ്പൈസസ് ഐറ്റംസ്. ഇത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതാ ഇല. ഈ ഇലയും കൂടെ ചേർത്ത് കണ്ട ആദ്യം ഇതിലിടയാണ്. ഇനി നമ്മൾ അടുത്ത ചേർക്കാൻ പോണത് ഇതിൽ കുരുമുളക്. ഇതിൽ കുരുമുളക് മുന്നിട്ട് നിൽക്കണം. കുരുമുളക് ഇത് മെയിനായിട്ടുള്ള ഇത് കുരുമുളക് പൊടിയല്ല, മെയിൻ കുരുമുളക്. അതൊരു 6 നമ്മൾ കടിക്കുമ്പോൾ കിട്ടണം. കടിക്കുമ്പോൾ അത് ഏകദേശം ഒന്ന് കിടന്ന് ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് അണ്ടിപ്പരിപ്പ് മുന്തിരി. റെഡിയാണ്. ഭയങ്കരമായ മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ സൗണ്ട് കണ്ടോ, ഭയങ്കര സൗണ്ടാണ്. ഈ ഇത്രയും വലിയ മഴ ഞാൻ കുമ്പിളിൽ ഇതുവരെ കണ്ടിട്ടില്ല. ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര മഴയാണ്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഉണക്ക നാരങ്ങ. ഈ ഉണക്ക നാരങ്ങ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവല്ലോ. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് രണ്ട് പീസായിട്ട് 2 നാരങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ സവാള, ഇപ്പം ലേശം ഉപ്പിടാം. നമുക്ക് ചെറിയൊരു കുക്കറാണ് കിട്ടിയിട്ടുള്ളത്. കുക്കർ നമുക്ക് അതിന് ഈ ചിക്കൻ ഉൾക്കൊള്ളാനുള്ളതും ഈ അരി ഉൾക്കൊള്ളാനുള്ള സൈസിലുള്ള കുക്കർ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു ചെറിയ കുക്കർ കിട്ടി. അപ്പോൾ തൽക്കാലം അതിൽ വെച്ച് തന്നെ ഒരു കപ്സ ചെയ്യാമെന്ന് വിചാരിക്കും. നോക്കാം. സവാള നേരത്തെ പോലെ വരണ്ട് കളർ ബ്രൗൺ കളർ മറ്റൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ചെറിയ ഒരു പിടിച്ചാൽ മതി. ബാക്കി കുക്കറിൽ കിടന്നതിന് വെന്തോളും. അടുത്ത തക്കാളി, ക്യാരറ്റ് ഒരുമിച്ച് ചേർക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഒരുമിച്ച് ചേർക്കാം. ക്യാപ്സിക്കം കട്ട് ചെയ്ത കൂടുതലുണ്ട്, കുറച്ച് മതി. ക്യാപ്സിക്കം നല്ലപോലെ കോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാടിയ മാത്രം മതി. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കാര്യം പല കളറുണ്ട്. പച്ച ഉണ്ട്, ചുവപ്പുണ്ട്, മഞ്ഞയുണ്ട്, നീലമുണ്ട്. നീലയല്ല, സോറി, എന്താ ഈ മുടിൻ്റെ കളറാണ് നീലയൊന്നുമില്ല. ഓറഞ്ച് ഉണ്ട്. ഈ കോഴിയിൽ കൂടെ ചിക്കൻ കോഴിയിൽ കൂടെ തന്നെ നമ്മൾ റൈസും കൂടെ വേകുമ്പോഴൊരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ തന്നെ ആ സ്കിന്നിലുള്ള ആ നെയ്യും എല്ലാം ഇറങ്ങിയിട്ട് ആ സാധനം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ അടുത്ത ചേർക്കാൻ പോണത് കപ്സയുടെ മസാലയാണ്. കപ്സയുടെ മസാല കുറച്ച് കപ്സയുടെ മസാല ചേർക്കുക. വേറെ ഒന്നും നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി ഒന്നും ചേർക്കില്ല. കപ്സയുടെ മസാല ചേർത്ത് ഇളക്കി ചെറിയൊരു മണം മതി. കപ്സയുടെ
പിന്നെ നമ്മൾ അടുത്ത ചേർക്കാൻ പോകുന്നത് തീ ലേശം കുറയ്ക്കാം. കുറയ്ക്കാം. ടൊമാറ്റോ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്. ചോറ് കുറച്ചേ ഉള്ളൂ, കാര്യം കറി കുറവായിട്ട് ടൊമാറ്റോ സോസ് കുറച്ച് മതി. ഇനി സോയ കുറച്ച് സോയ. നമുക്ക് മാഗി ക്യൂബിൻ്റെ ഒരു പീസ് അതിന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പൊടിച്ച് ഇതിലേക്ക് കൊടുക്കുക. ലേശം വെളുത്തുള്ളി, ലേശം കുറച്ച്, ലേശം ഇഞ്ചി, ഒരു നാരങ്ങ, ഒരു അര നാരങ്ങ നീരിപ്പം പിഴിയാം. ചിക്കനെ നമ്മൾ അടച്ചു വേവിക്കുന്നതിന് മുമ്പേ കുറച്ച് നമുക്ക് ഈ ചിക്കൻ ഇങ്ങനെ ഇട്ട് തന്നെ അതിന്റെ കുറച്ച് വെള്ളത്തോടു കൂടി ഈ മസാല എന്തായാലും പിടിക്കണം. പിടിച്ചതിന് ശേഷം നമ്മൾ ഈ കോഴിയുടെ ഇതിന്റെ അളവിൽ, ഈ റൈസിന്റെ അളവിലുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ആ റൈസിന്റെ അളവിലുള്ള വെള്ളത്തിൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിന് വെള്ളം ഇത് ഒഴിച്ചിട്ട് ഈ റൈസ് ഇടുന്നു. ഈ ചിക്കന് വെന്തതിന് ശേഷം ഒരു ഇതിട്ട് ഒരു 3 വിസിൽ, അപ്പോൾ സെറ്റ് ആവും. ഇതാ ഈ കോഴിയും ഈ മസാലയും കൂടെ, ഇതിൽ നല്ല കിടന്ന് നല്ല ഒന്ന് പിടിച്ചു വരട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് വന്നതിന് ശേഷം കുറച്ച് ഈ കോഴിയുടെ ഈ ഇതിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം, ആ വെള്ളവും ഈ മസാലയായിട്ടൊന്ന് പിടിക്കണം. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട്. ഇത് റൈസിൻ്റെ അളവിനുള്ള വെള്ളമാണ്. ആ വെള്ളം ഇതിൽ ഒഴിക്കണം. ഈ കുട്ടിയുടെ ഇനി നമ്മളിതെല്ലാം ഉപ്പ് നോക്കി എല്ലാം സെറ്റാക്കിയിട്ട് റൈസ്, അപ്പോൾ നമ്മൾ റൈസ് ചേർക്കുകയാണ്. ഇതാ നമ്മൾ റൈസ് ഇതിൽ ചേർക്കുകയാണ്. റൈസ് കുറച്ച് നേരം ഇരുന്ന് ഡ്രൈ ആയി ഉണങ്ങി നമ്മളൊരു ഒരു 10-20 മിനിറ്റ് വെള്ളത്തിൽ വെച്ച് സോക്ക് ചെയ്തതാണ് റൈസ്. ലേശം കുരുമുളക് അവിടെ ചേർക്കാം. കുരുമുളക് ലാസ്റ്റിൽ ചേർക്കാം. ലേശം കുരുമുളക്, മെയിൻ സാധനം എന്താ, പുതിനയില മുകളിൽ ചേർത്ത് ഇളക്കാം. ചോറും ചിക്കനും കൂടെ ഇതേപോലെ നമ്മൾ ഇതിൽ വെച്ചിട്ട് ഇത് ഇനി ഇതിൽ കിടന്ന് ഈ വെന്തരടയായി വന്നു 3 വിസിൽ കേൾക്കുമ്പോൾ നമ്മളെ കപ്സ റെഡിയാണ്. ഓക്കെ, നമുക്ക് 3 വിസിൽ കേൾക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ബാക്കി തുറന്നു വെച്ചിട്ട് കാണാം. ഓക്കെ, നമ്മുടെ കപ്സ റെഡിയായെന്ന് തോന്നുന്നതാ, കഴിഞ്ഞു. തുറന്നു നോക്കാം. സെറ്റാണ് മോനെ, സെറ്റാണ്. പൊളിയാണ് മോനെ, പൊളിയാണ്. കണ്ടല്ലോ. ഇനി ഇതിൽ തട്ടണം. എന്റെ കയ്യിൽ പിടിക്കാൻ വേണ്ടി തുണി വേണം. തുണി കൊണ്ടുവാ, തുണി കൊണ്ടുവാ. ആ
സെറ്റാണ് സെറ്റ്. എങ്ങനെയുണ്ടേ? കപ്സ മക്കളെ, കപ്സ റെഡിയാണ്. കണ്ടല്ലോ, ഈ തണുപ്പ് സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ റെഡിയാക്കിയാണ്. കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട് നോക്ക്. റൈസ് കഴിച്ചു നോക്ക് ആദ്യം. കണ്ടാ നല്ല സോഫ്റ്റ് ആണോ നോക്ക്. അടിപൊളി, ഞാനൊന്ന് കഴിച്ചു. അടിപൊളി അടിപൊളി പൊളിയാണ്. ഓ നല്ല ചൂട് കേട്ടോ. കഴിക്കും. ഓ കൈ പൊള്ളിപ്പോയി. സൂപ്പർ സൂപ്പർ അടിപൊളി. റെസ്റ്റോറൻറ്റിൽ അതെ, അതിന് അടിപൊളി കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് കഴിച്ച് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.